എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒത്തിരി പേര് കേട്ട കാര്യമാണ്. I2I സുനിലിൻ്റെ ചാനലിനകത്ത് ഒരു KV തോമസ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തും പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അദ്ദേഹം പെന്തക്കോസ്തുകാരിൽ പ്രത്യേകിച്ച് IPC എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിനകത്ത് നടക്കുന്ന പുഴുക്കുത്തുകളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം വെളിയിലോട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ കൂടി നമ്മൾക്കൊക്കെ അറിയാമല്ലോ, ഇലക്ഷൻ്റെ പേരിലൊക്കെ അവർ കാട്ടിക്കൂട്ടുന്നതും ഇന്ന് അവർക്ക് കിട്ടുന്ന 50% എന്താ പറയുക വരുമാനത്തിൻ്റെതും പോകുന്നത് എങ്ങോട്ടാണ്, കോടതികളിൽ കേസ് നടത്തുവാനായിട്ടാണ് പോകുന്നതെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിനകത്ത് വേറൊരു സത്യവും കൂടി അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. അതൊക്കെ കുറച്ച് അധികാരത്തിന് മോഹമുള്ള കുറച്ച് പേരും കുറച്ച് തഴക്കവും പഴക്കവും വന്ന കുറച്ച് ദൈവദാസന്മാരും അധികാരത്തിനോട് എന്താ പറയുക അധികാരമോഹമുള്ള കുറച്ച് ദൈവദാസന്മാരും ഒക്കെയാണ് ഈ പരിപാടികൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. എന്നാൽ അതിനകത്ത് അതേ IPC പ്രസ്ഥാനത്തിനകത്തും വളർന്നു വരുന്ന ഒരു യുവതലമുറയുണ്ട് എന്ന് വെച്ചാൽ കുറേ ചെറുപ്പക്കാരായ പാസ്റ്റർമാരുണ്ട്. ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ അതിനകത്ത് ഇന്നും ഉണ്ട്. അവരിന്ന് ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുമുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് IPC എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നും തകരാതെ നിൽക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം ഇതാണ്. ഇദ്ദേഹം എന്താ പറയുക നമ്മുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അന്യഭാഷയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അന്യഭാഷയെക്കുറിച്ചൊക്കെ പറഞ്ഞതിനോടൊന്നും ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ്. അന്നത്തെ കാലത്ത് എന്താണ് നമ്മുടെ പത്രോസിൻ്റെ നേതൃത്വത്തിൽ 11 ശിഷ്യന്മാരോട് കൂടെ പത്രോസ് മാളികമുറിയിലിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു എന്താ പറയുക വലിയൊരു പ്രവർത്തനം ഉണ്ടാവുകയും അവർ പല ഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തു. അത് അവിടെ കൂടിയിരുന്ന യഹൂദന്മാർ അവരവരുടെ ഭാഷകളിൽ അവർക്കത് കേൾക്കുവാനായിട്ടൊക്കെ ഇടയായിത്തീർന്നു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ എന്താണ് അവിടെ എന്തായിരുന്നു ശരിക്കും അവിടെ സംഭവിച്ചത്? അവിടെ ഒരു സഭയുടെ രൂപീകരണമായിരുന്നു അല്ലേ? അപ്പോൾ ആ സഭയുടെ രൂപീകരണത്തിൽ വരുന്നിരുന്ന ആൾക്കാർക്ക് എന്താണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകണം. അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി അത് ഇന്നും ദൈവാത്മാവ് ആ ഒരു വിധത്തിൽ ദൈവദാസന്മാരെ എടുത്തുപയോഗിക്കുന്നുണ്ട്, പ്രവാചകന്മാരെ എടുത്തുപയോഗിക്കുന്നുണ്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ദൈവദാസൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടതാണ്. ഇൻ്റർവ്യൂ അല്ല, അദ്ദേഹം ഒരു ചർച്ചിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന ഭാഷ മലയാളമാണ്. അദ്ദേഹം ഏതാണ്ട് ദുബൈയിലോ അവിടെ എവിടെ എങ്ങാണ്ട് പോയ സമയത്ത് ഒരു എന്താ പറയുക ഒരു അറബി ഫാമിലി അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം താമസിച്ച വീട്ടുകാരുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലിയാണത്. അപ്പോൾ അവരവിടെ താമസിക്കുവാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു. അപ്പോൾ ഇദ്ദേഹം അവരോട് അന്യഭാഷയിൽ അങ്ങ് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ആ അന്യഭാഷ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്ന അറബിയിലാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവാം ദൈവം നമ്മൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ ഒരു വരമാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നത്. അത് നിന്നു പോയിട്ടൊന്നുമില്ല, അതിപ്പോഴുമുണ്ട്. അത് പല വിധത്തിൽ പല മേഖലകളിൽ അത് എന്താ പറയുക അത് പകരപ്പെടുന്നുണ്ട്, വിശ്വാസികൾക്ക് അത് ലഭിക്കുന്നുമുണ്ട്. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വിശ്വാസ ഗോളത്തിൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് നമ്മളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത്. അതായത് നമ്മൾ ദൈവത്തെ ഏത് ഓഫീസിലാണോ പരിചയപ്പെടുന്നത് അതുപോലെ തന്നെയായിരിക്കും ദൈവം നമ്മൾക്ക് വെളിപ്പെടുന്നത്. അതായത് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവം എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ രക്ഷകനായിട്ടാണ് ദൈവത്തെ കാണുന്നതെങ്കിൽ ആ ദൈവം എനിക്ക് രക്ഷകൻ തന്നെയായിരിക്കും. ഇനി അതല്ല, ആ ദൈവം എനിക്ക് ന്യായാധിപതിയായിട്ടാണ് ഞാൻ കാണുന്നതെങ്കിൽ ആ ദൈവം എനിക്ക് ന്യായാധിപതിയായിട്ട് തന്നെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അതല്ല, ആ ദൈവത്തെ ഞാൻ ഭയങ്കരനായൊരു ദൈവമാണ്, എന്നെ ഭയപ്പെടുത്തുന്ന ഒരു ദൈവമാണെന്നാണ് ഞാൻ ആ ദൈവത്തെ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ ആ ദൈവം എനിക്ക് അങ്ങനെ തന്നെയായിരിക്കും. ആ ഒരു സത്യം നമ്മൾ മറന്നു പോകരുത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നീ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നീ വാഗൊണ്ട് പറയുന്നതാണ് എന്ത് നിന്റെ ജീവിതത്തിൽ എന്താ പറയുക സംഭവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് നാവിന്മേൽ ദൈവം തന്നിരിക്കുന്ന അധികാരം. അപ്പോൾ ഓർക്കുക, അന്യഭാഷ നിന്നുപോയി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്യഭാഷ ജന്മത്ത് എനിക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നില്ല. അതേസമയം ഞാനത് വിശ്വസിക്കുകയും ഞാൻ അതിനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അതെനിക്ക് തരും. അപ്പോൾ ഈ അന്യഭാഷ എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, നമ്മൾ ദൈവവുമായിട്ട് കണക്റ്റായിട്ട്
ദൈവവുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്നതുണ്ട്. അത് നമ്മൾക്ക് പോലും അത് മനസ്സിലാകത്തില്ല. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്താ പറയുക, നമ്മളെയും കൊണ്ട് പറയിപ്പിച്ചിട്ട് ദൈവവുമായിട്ടുള്ള സംസാരമാണ്. അവിടെ പിശാചിന് ആ ഭാഷ മനസ്സിലാകത്തില്ല എന്നാണ് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചില രഹസ്യങ്ങൾ, അതായത് പിശാച് കേൾക്കണ്ടാത്ത ചില രഹസ്യങ്ങൾ എന്ത് ചെയ്യും, പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിപ്പിക്കും. അപ്പോൾ അതിനും നമ്മൾ എന്താ പറയണത്, അന്യഭാഷ എന്ന് പറയും, അല്ലെങ്കിൽ ഈ ഭാഷാ വരം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് എന്താണ്, ഈ പറഞ്ഞതുപോലെ മറ്റുള്ള ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ദൈവം എന്താണ്, അവരുടെ ലാംഗ്വേജിലൂടെ ദൈവം നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും. അത് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് എന്താണ്, ദൈവവുമായിട്ട് നമ്മളൊരു ആശയവിനിമയം നടത്തുക, അല്ലേ? അപ്പോൾ ദൈവം നമ്മൾക്കൊരു ഗിഫ്റ്റായിട്ട് അങ്ങ് തരും. നമ്മൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിലും എന്താണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തന്ന് അത് ദൈവത്തിനും മനസ്സിലാകുന്ന വിധത്തിൽ നമ്മളെയും കൊണ്ട് സംസാരിപ്പിക്കും. അതൊക്കെ ആത്മീയത്തിൻ്റെ പല പല തലങ്ങളാണ്. അപ്പോൾ ഓർക്കുക, നമ്മളത് ഇല്ല എന്ന് വിശ്വസിച്ചാൽ നമ്മൾക്കത് ലഭിക്കത്തില്ല. അതുണ്ട് എന്ന് വിശ്വസിച്ച് നമ്മൾ അതിനായിട്ട് കാത്തിരുന്നാൽ ദൈവം നമ്മൾക്കത് തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് അന്യഭാഷ നിന്ന് പോയിട്ടൊന്നുമല്ല. പിന്നെ അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യവും കൂടി അതിനകത്ത് കറക്റ്റാണ്. നമ്മൾ ഈ പുട്ടിന് പീര പോലെ ചുമ്മാ ഉപയോഗിക്കേണ്ടതല്ല ഈ അന്യഭാഷ എന്ന് പറയുന്നത്. അതെന്താണ്, അത് ദൈവം നമ്മൾക്ക് തന്നൊരു വരം, ഒരു ഗിഫ്റ്റാണല്ലേ. അത് നമ്മൾ അത്രയും വിശുദ്ധമായി തന്നെ അത് ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾ നമ്മളിത് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് കാണാപ്പാടം പഠിക്കും. അപ്പോൾ നമ്മളത് പുട്ടിന് പീര പോലെ കാണുന്നിടത്തെല്ലാം നമ്മളതിങ്ങനെ ഇറക്കുമ്പോഴാണ് മറ്റൊരു ഭാഷ നമ്മൾക്ക് ലഭിക്കാത്ത വിധത്തിൽ അതിൻ്റെ വാതിലുകൾ അടഞ്ഞു പോകുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേലെ അതിശക്തമായി പ്രവർത്തിക്കുമ്പോഴാണ് ഈ അന്യഭാഷയിൽ ആരാധിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ സമയങ്ങളിൽ തന്നെ നമ്മൾ ആരാധിക്കുവാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മൾ പഠിച്ചു വെച്ച ഒരു ഭാഷ ചുമ്മാ അവിടെയും ഇവിടെയും ഇട്ട് പ്രയോഗിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ഇനി അടുത്തത് അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇതിനകത്ത് കള്ളത്തരമുണ്ട്, ഈ അന്യഭാഷയിൽ കള്ളത്തരമുണ്ടെന്ന്. അതും യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കാതെ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വ്യക്തി വന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിനക്ക് അന്യഭാഷ പഠിപ്പിച്ചു തരാമെന്ന്. ഇത് വ്യക്തികൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണോ? അല്ലല്ലേ. എന്ന് വെച്ചാൽ അങ്ങനെ കള്ളത്തരത്തിൽ അന്യഭാഷ പറയുന്നവർ പെന്തക്കോസ്തിനകത്തുണ്ട്. എന്ന് വെച്ചാൽ പൈശാചിക പ്രേരിതമായ അന്യഭാഷ. ഇതെൻ്റെ മുൻപിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുറകോട്ട് പോയാൽ അത് കാണാം. പൈശാചിക പ്രേരിതമായ അന്യഭാഷ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ അന്യഭാഷ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വേറൊരാൾ, നമ്മുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ദൈവദാസന്മാർ പറയുന്നത് നമ്മൾ കേട്ട് പഠിച്ചിട്ട് നമ്മൾ പറയുന്ന അങ്ങനത്തെ കുറേ ടീമുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ അന്യഭാഷ പറയുന്ന ടീമുകളുണ്ട്. ഇനി മറ്റൊന്ന് എന്താണ്, പിശാച് ചുമ്മാ ഇല്ലാത്ത ഏതാണ്ട് കുറച്ച് ഭാഷ ഞാൻ പറഞ്ഞു. എൻ്റെ ആദ്യ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിശാച് എന്ന് പറയുന്നവൻ എന്താണ്, എപ്പോഴും ഒറിജിനലിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. അതായത് ദൈവികമായ ഒറിജിനലിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എപ്പോഴും ഇവൻ ഉണ്ടാക്കും. അപ്പോൾ ദൈവികമായ അന്യഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഇവൻ്റെ കൈകളിലുള്ള വ്യക്തികളെയും കൊണ്ട് ഇവൻ പൈശാചിക പ്രേരിതമായ അന്യഭാഷ ഇവൻ കൈകാര്യം ചെയ്യിപ്പിക്കും അവരെയും കൊണ്ട്. അപ്പോൾ പൈശാചിക പ്രേരിതമായ അന്യഭാഷയുണ്ട്. രണ്ടാമത് എന്താണ്, നമ്മൾ ചുമ്മാ മറ്റുള്ളവരുടെ കേട്ട് പഠിച്ചിട്ട് പറയുന്ന അന്യഭാഷയുണ്ട്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ പൈശാചിക പ്രേരിതമായ കള്ളഭാഷകളാണ്. ഓക്കെ, അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ പെന്തക്കോസ്തിലുള്ള എല്ലാ അന്യഭാഷകളും എന്താണ്, കള്ളത്തരമല്ല. അന്യഭാഷ എന്ന് പറയുന്ന കൃപാവരം നിന്നു പോയിട്ടില്ല. അത് നിന്നു പോകണമെങ്കിൽ എന്താണ്, ഈ ദൈവത്തിൻ്റെ സഭ, മണവാട്ടി സഭ, കറാവാട്ടം ചുളുക്കമില്ലാത്ത മണവാട്ടി സഭ എടുക്കപ്പെടണം. ആ എടുക്കപ്പെടുന്ന സഭയോട് കൂടിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഭൂമിയിൽ സ്റ്റോപ്പാകും. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഈവിൾ സ്പിരിറ്റ് എന്താ പറയുക, അധികാരമേൽക്കും. അപ്പോൾ ആ ഒരു സമയത്തായ ഈ സംഭവങ്ങളൊക്കെ നിന്നു പോകത്തുള്ളൂ. അതുവരെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളുമുണ്ട്. ഒന്നും നിന്നു പോയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പിന്നെ എന്താണ്, നമ്മൾ ആഗ്രഹിക്കണം. എന്ന് വെച്ചാൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നമ്മളുടെ കാരണവന്മാരൊക്കെ പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൽ എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നതാണ്. നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി അടുത്തത് അദ്ദേഹം പറയുന്നുണ്ട്, കള്ളന്മാരായ പാസ്റ്റർമാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് എല്ലാം വിശുദ്ധന്മാരുടെ കൂട്ടമാണോ? അല്ല. ഇതിനകത്ത് എന്തുണ്ട്, ഇതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരുമുണ്ട്, തിരഞ്ഞെടുക്കപ്പെടാത്തവരും ഒക്കെ ഇതിനകത്തുണ്ട്. ഈ പെന്തക്കോസ്തുകാർ മുഴുവൻ സ്വർഗത്തിൽ പോകുന്ന വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ വരവെങ്കിൽ അത് പുത്രന് പോലും അറിയത്തില്ല. ആ സമയം
പിതാവാം ദൈവം പുത്രനോട് പറയും, നിന്റെ മണവാട്ടി സഭയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. മേഘത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്ന സമയത്താണ് അന്നാരം ഒരുങ്ങിയിരിക്കുന്ന, കറാവട്ടം ചുളുക്കമില്ലാതെ അന്നാരം ഒരുങ്ങിയിരിക്കുന്ന ആൾക്കാരെ ചേർത്ത് രൂപീകരിക്കുന്നതാണ് എന്ത്, ഈ മണവാട്ടി സഭ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ പെന്തക്കോസ്തുകാരും പോകുമെന്ന് അവിടെയുമില്ല. ആ സമയത്ത് ആരാണോ ഒരുങ്ങിയിരിക്കുന്നത് അവരെ മാത്രമേ ദൈവം കൊണ്ടുപോകത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തള്ളപ്പെട്ട് ഇവിടെ തന്നെ കിടക്കും. അപ്പോൾ അവരൊക്കെ ഏത് വകുപ്പിൽ പെടും? അവരൊക്കെ പെടുന്നത് ഈ കള്ള പെന്തക്കോസ്തുകാരുടെ വകുപ്പിൽ തന്നെ പെടത്തുള്ളൂ. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കുക. അതിനകത്ത് പാസ്റ്റർമാരും പെടും, വിശ്വാസികളും പെടും, പ്രവാചകന്മാരും പെടും, ഓവർസിയർമാരും പെടും, എല്ലാവരും പെടും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. അത് പെന്തക്കോസ്തിൽ മാത്രമല്ല, എല്ലാ സമുദായത്തിലും എന്തുണ്ട്? കള്ളന്മാരുമുണ്ട്, നല്ല ആൾക്കാരുമുണ്ട്. എന്ന് വെച്ചാൽ നല്ല ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുമുണ്ട്, കള്ളന്മാരായ ആത്മീയ നേതൃത്വങ്ങളും ഉണ്ട്. അതെല്ലാ സമുദായത്തിലുമുണ്ട്. അല്ലാതെ പെന്തക്കോസ്ത് മാത്രം വിശുദ്ധന്മാരുടെ കൂട്ടം എന്നൊന്നുമില്ല. അതിനകത്തുനിന്നൊരു വേർതിരിവ് ദൈവം എന്തായാലും ഉണ്ടാകും. അതല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്? എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? നെല്ലും പതിരും അല്ലേ, അതൊന്നിച്ച് വളരട്ടെ. കാരണം പതിരിപ്പോൾ പറിക്കാൻ പോയാൽ എന്ത് സംഭവിക്കും? ആ നല്ലതും കൂടെ പിഴുതു പോകും. അതുകൊണ്ട് അതും കൂടെ വളരട്ടെ, കള വളരട്ടെ. എന്നിട്ട് അവസാനം എന്താണ്? അതിനെ കളയെ കൂട്ടി എങ്ങോട്ടിടും? അതിനെ തീപ്പൊയ്കയിലോട്ട് ഇട്ട് കളയും. ബാക്കി നല്ലതിനെ കളപ്പുരയിൽ ശേഖരിക്കും. അത് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുവരെ എന്തുണ്ട്? എല്ലാ സമുദായത്തിനകത്തും നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി അദ്ദേഹം പറഞ്ഞ അടുത്തൊരു പോയിന്റ്, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം ഓർത്തഡോക്സ് ആണെന്ന് തോന്നുന്നു. ഓർത്തഡോക്സിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഓർത്തഡോക്സ് ആണ്, യാക്കോബിറ്റ്സ് ആണ്, എന്തോ എന്ന് പറഞ്ഞ് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ അദ്ദേഹം അതിനകത്തോട്ട് തന്നെ പോയാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതൊരു കാരണവശാലും യോജിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം യഥാർത്ഥ പെന്തക്കോസ്ത് എന്താണെന്നോ, പെന്തക്കോസ്തിനകത്ത് നമ്മൾ എന്തിനാണ് വന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കാതെ പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾക്കറിയാം, നമ്മളുടെ ഇതര ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിലൊക്കെ എന്താണ്, അവിടെയൊക്കെ ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിച്ചാണ് അവിടെയൊക്കെ പ്രസംഗിക്കപ്പെടുന്നതും അവരൊക്കെ അതിനകത്ത് നിന്നാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കത്തോലിക്ക പോലെയുള്ള സഭകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ദൈവത്തിനൊന്നുമല്ല പ്രാധാന്യം. അവിടെ ആർക്കാണ്? വിശുദ്ധന്മാർക്ക്, പരിശുദ്ധ അമ്മയ്ക്കൊക്കെയാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അതിനകത്ത്, അതായത് വിഗ്രഹാരാധനയും ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ ബൈബിളിൻ്റെ പാറ്റേണും അല്ലാത്തതിനകത്തോട്ട് അത് വിട്ടിട്ട് വന്നിട്ട് അതിനകത്തോട്ട് മടങ്ങി പോകണമെന്ന് അദ്ദേഹം പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കുവാനായിട്ട് കഴിയുന്നില്ല. കാരണം നമ്മൾക്കറിയാം, നമ്മളായിരിക്കുന്ന ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ എന്താണ്, എല്ലാവരും നല്ലവരൊന്നുമല്ല. നമ്മൾക്ക് എല്ലായിടത്തും നല്ല സ്വീകരണം ലഭിക്കണമെന്നുമില്ല. പ്രത്യേകിച്ച് പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾക്ക് ഒന്നും നോക്കണ്ട. നമ്മൾ ആ കമൻറ്റുകളിലോട്ട് മാത്രം നോക്കിയാൽ മതി. I2I സുനിലിൻ്റെ ഈ പാസ്റ്ററിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിലോട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകാം, ഈ പെന്തക്കോസ്തുകാരിൽ അവിടെ കമൻ്റ് ഇട്ടേക്കുന്ന പകുതി എണ്ണത്തിനും കൃപ എന്ന് പറയുന്നത് ഒന്നില്ല എന്ന പല കമൻറ്റുകളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാം. അവരൊക്കെ പറയുന്നത്, നീ പോടാ, നീ കള്ളനാടാ, നീ ഞങ്ങളുടെ പൈസ കൊണ്ടാടാ. ഇതൊക്കെ കൃപയിൽ നിന്നുള്ള വർത്തമാനമാണോ? അതൊന്നും അല്ല. ഞാനും വിശുദ്ധിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളെന്താണ്, ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരുകളാണ് ഇതൊക്കെ. അതിൻ്റെ താഴെ എഴുതിയേക്കുന്നതാണ്. പിന്നെ വേറൊരു വ്യക്തിയുടെ കണ്ടു, അദ്ദേഹം പച്ചത്തെറിയാണ് എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ വ്യക്തി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ ചാനലിലൊന്ന് പോയി നോക്കി. അപ്പോൾ അവിടെ ഒരു 3-4 വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളി കള്ളൊക്കെ കുടിച്ചിട്ട് അതിൻ്റേതായ വീഡിയോ ഒക്കെ ചെയ്തിട്ടേക്കുന്ന ഒരു പുള്ളി. പിന്നെ പുള്ളിയുടെ വായിൽ നിന്നും അതിനപ്പുറം ഒരു വാക്കൊന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയത്തില്ല. കയ്യോടെ ആ പുള്ളിനെ ഞാൻ അങ്ങ് ബ്ലോക്കും ചെയ്തു വിട്ടു. എൻ്റെ ചാനലിലോട്ട് ആ പുള്ളി വരാതെ വണ്ണം ഞാൻ അങ്ങ് ബ്ലോക്കും ചെയ്തു വിട്ടു. കാരണം അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മുടെ ചാനലിലോട്ട് വന്നിട്ട് എന്ത് കാണിക്കാനാണ്? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതിനകത്ത് എന്തുണ്ട്? നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. ഏതിനകത്ത്? എല്ലാത്തിനകത്തുമുണ്ട്. ഈ പെന്തക്കോസ്തിനകത്തുമുണ്ട്. കൃപയുള്ളവനുമുണ്ട്, കൃപയില്ലാത്തവനുമുണ്ട്. കൃപയിൽ നിന്നിട്ട് വീണ് പോയവനും ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ കുറേ പേരെന്താണ്, പെന്തക്കോസ്തിൻ്റെ രക്ഷകരാണ്, പെന്തക്കോസ്തിൻ്റെ പ്രൊട്ടക്ടേഴ്സാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഈ കമൻറ്റുകളുടെ രൂപത്തിൽ കുറേ പേര് ഇറങ്ങിയേക്കുന്നത്. അതുങ്ങളൊന്നും കൃപയിലൊന്നും അല്ല, എല്ലാം വീണുപോയ ടൈപ്പുകളാണ്. അതുങ്ങളെയൊക്കെ ആ വഴിക്കങ്ങ് വിട്ടേക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടാസ്ക്കാണ് അവരുടെ മിനിസ്ട്രി മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾക്കറിയാം, ഈ ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് കേൾക്കുന്നതാണ് 50% പെന്തക്കോസ്തുകാരും. എന്ന് വെച്ചാൽ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്ന യാതൊരു വിവരവുമില്ല. ഇത് സത്യമാണ്. നമ്മൾക്കറിയാം, ഓരോരോ നമ്മുടെ യൂട്യൂബിനകത്തോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിനകത്തോട്ടൊക്കെ ഒന്ന് പോയാൽ മതി, അവർ പറയുന്ന ആ ഒരു ആശയം ഉൾക്കൊള്ളുവാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവർ അത് ഈ കാള പെട്ടെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന കുറച്ച് ടീമുകൾ അങ്ങനെ ഇറങ്ങിയിട്ട് ചുമ്മാ അങ്ങ് കമൻറ്റ് ഇട്ടേക്കുക. എന്താ പറയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഞാനിതിന് മുൻപേ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിനകത്ത് വന്നിട്ട് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇതുങ്ങളൊക്കെ എവിടെ കൊണ്ടാപ്പാ ഈ കേൾക്കുന്നത്? എന്നിട്ട് നമ്മൾ പറഞ്ഞത് തന്നെ നമ്മളെ ഇങ്ങോട്ട് ഉപദേശിക്കുക.
അങ്ങനത്തെ ടീമുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. 50% കാര്യം ഞാൻ പറഞ്ഞ 50% നല്ല കൃപയും നല്ല വിവരവും ദൈവിക ജ്ഞാനവും ഉള്ളവരുണ്ട്. ഇനി അല്ലാത്തവരെയൊക്കെ മേയിച്ചുകൊണ്ട് പോകണ്ടേ ദേവദാസന്മാർക്ക്? അത് ഇവർക്ക് വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം ഇവർ പറയുന്നത് ഉൾക്കൊള്ളുവാൻ എല്ലാ വിശ്വാസികൾക്കും കഴിയാറില്ല അല്ലേ. 50%-നെ കഴിയുന്നുള്ളൂ. ബാക്കി 50% എന്താ പറയുക, ഇപ്പോഴും അവിടെ തന്നെ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു വെച്ചാൽ ശിശുവായിട്ട് തന്നെ ഇരിക്കുക, പാല് കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്ന് പൗലോസിൻ്റെ ഭാഷയിൽ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇതുങ്ങളെ രണ്ട് കൂട്ടരെയും എന്താ പറയുക മേയിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്ന ഒരു പാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് തന്നെയാണ്. അത് അവർക്കൊരു വലിയ എന്താ പറയുക, പാസ്റ്റർമാർ ഒത്തിരി എന്താ പറയുക മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. അടുത്തത് എന്താണ്, ഈ പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ താഴെ വന്നിട്ട് എഴുതിയേക്കുന്ന കമൻറ്റുകളാണ്. ഇഷ്ടം പോലെ മേടിച്ചുണ്ടാക്കിയിട്ടല്ലേ ഇപ്പം ഞങ്ങളെ കുറ്റം പറയുന്നതെന്ന്. ഇപ്പോൾ ഈ കമൻറ്റ് എഴുതിയേക്കുന്ന വ്യക്തിയോടൊക്കെ ചോദിച്ചു നോക്കിയാൽ ഇവനൊക്കെ സ്തോത്ര കാഴ്ച 20 രൂപയും 10 രൂപയും ഒക്കെ ഇടുന്ന ടീമുകളായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നന്നായിട്ട് സഭയ്ക്ക് കൊടുക്കുന്നവരൊന്നും എന്താണ് ഈ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയാനൊന്നും നിൽക്കത്തില്ല. അവർ ദൈവവും ഞാനുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ആ ഒരു സ്തോത്ര കാഴ്ചയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഈ കണക്ക് വിളിച്ചു പറയുന്നവന്മാരൊക്കെ 10 രൂപയും 20 രൂപയുടെയും ടീമുകളാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ പറയും പാസ്റ്റർമാർക്ക് കൊടുത്തു എന്നിട്ട് എന്തോരം പാസ്റ്റർമാർ നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് പാസ്റ്റർമാരേ ഉള്ളൂ അല്ലേ. ഇനിയിപ്പോൾ നല്ല നിലയിൽ എത്തിയ പകുതി പേരും സ്വന്തമായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്യും, അല്ലെങ്കിൽ അവരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയി അങ്ങനെ പച്ചപിടിച്ച് വന്ന പാസ്റ്റർമാരുണ്ട്. ഇനി അല്ലാതെ ഈ വിശ്വാസികളുടെ പണവും സ്തോത്ര കാഴ്ച കൊണ്ടുമൊക്കെ പണക്കാരായിരിക്കുന്ന ഒരു എന്താ പറയുക 25% പാസ്റ്റർമാരേ ഉള്ളൂ. ബാക്കി 75%-ൽ 25% അധ്വാനിച്ചുണ്ടാക്കിയതും ബാക്കി 50% ഇന്നും എന്താണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ തന്നെ കിടക്കുന്ന പാസ്റ്റർമാരാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം അവർ ഇന്ന് ഈ IPC, ചർച്ച് ഓഫ് ഗോഡ്, AG അതുപോലെയുള്ള സഭകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസികൾ അറിഞ്ഞ് അവരുടെ അവസ്ഥ അറിഞ്ഞ് വല്ലതും കൊടുത്തെങ്കിലേ ഉള്ളൂ. ഇല്ല എങ്കിൽ അവർക്ക് കിട്ടുന്ന 10,000-15,000 രൂപയൊക്കെ ആയിരിക്കും അവർക്ക് ഒരു മാസത്തെ സാലറി. ആ സാലറി കൊണ്ട് അവരെന്ത് ചെയ്യണം? അവരുടെ മക്കളെ പഠിപ്പിക്കണം, അവർ ഭക്ഷണം കഴിക്കണം, അങ്ങനെയുള്ള അവരുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കണം, ഇങ്ങനെയുള്ള സകല ചെലവുകളും ഇതിനകത്തുനിന്ന് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതും ഒരു 50% ഇന്നും എവിടെയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ തന്നെയാണ് കിടക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമൊന്നും നമ്മൾ മറന്നു പോകരുത്. നമ്മൾ എല്ലാവരെയും അങ്ങ് ഇഷ്ടം പോലെ മേടിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ കൊടുക്കുന്ന ടീമുകളൊക്കെ 250 രൂപയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഒരു ദേവദാസനെ വിളിച്ചു വരുത്തി 2-2.5 മണിക്കൂറും വീട്ടിലിരുന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് അവസാനം 500 രൂപ അല്ലെങ്കിൽ 250 രൂപ കൊടുത്തു വിടുന്ന ടീമുകളാണ് പാസ്റ്റർമാർക്ക് കൊടുത്ത് കണക്ക് പറയുന്നതെന്ന് ഓർക്കുമ്പോഴാണ് അതിനെ കഴിഞ്ഞ് വലിയ കഷ്ടമായിരിക്കുന്നത്. ഓക്കെ, ഇന്ന് എത്ര പേര് ഒരു ദേവദാസനെ വിളിച്ച് വീട്ടിൽ പ്രാർത്ഥിപ്പിച്ചിട്ട് കൊടുക്കാൻ ഉള്ളവർ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇനി ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററുണ്ട്. അവർ ഈ മിനിസ്ട്രി കൊണ്ട് ജീവിക്കുന്ന ഒരു ദേവദാസനും ഭാര്യയുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്താണ് അന്നേരം ഈ ദേവദാസൻ ഒരു സ്ഥലത്ത് മിനിസ്ട്രിക്ക് വേണ്ടി പോവുക. അദ്ദേഹത്തിനൊരു കാറുണ്ട്. കാറൊക്കെ ലോൺ എടുത്ത് മേടിച്ചതാണ്. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല, എന്നാലും അത് അവരുടെ താല്പര്യമാണല്ലോ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ലോൺ എടുത്തൊരു കാർ മേടിച്ചു. ഓക്കെ, എന്നിട്ട് ഈ കാറിന് ഇദ്ദേഹത്തെ വിളിച്ച ആ ഒരു സഭയിലോട്ട്, ഇതൊരു വലിയ സഭയാണ് എന്ന് വെച്ചാൽ നല്ല സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു സഭയാണ്, ഒരു സ്വതന്ത്ര സഭയാണ്. അവിടെ അദ്ദേഹം ശുശ്രൂഷിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ രാവിലെ പോകുമ്പോൾ ഇദ്ദേഹത്തിന് എന്തില്ല, ഇദ്ദേഹത്തിന് പെട്രോൾ അടിക്കാനുള്ള പൈസ ഇല്ല. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് 1000 രൂപ പെട്രോൾ അടിക്കാൻ വാങ്ങിയിട്ട് ഇദ്ദേഹം അതുകൊണ്ട് പെട്രോൾ അടിച്ചിട്ടാണ് ഈ സഭയിൽ പോകുന്നത്. ശുശ്രൂഷിക്കും കേട്ടോ, ഫാസ്റ്റിംഗ് പ്രയറാണ്. ഓക്കെ, രാവിലെ തൊട്ട് ഉച്ചവരെ അദ്ദേഹം പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ സെക്ഷനും കൂടെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ദേവദാസൻ തിരിച്ചു വരുന്നത്. ഓക്കെ, ഈ ദേവദാസന് ആ സഭ കൊടുത്തു വിട്ടത് വെറും 1000 രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ദേവദാസിന് ഇവിടുന്ന് 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസ കടം മേടിച്ചിട്ടാണ് പോയത്. ആ പൈസ മാത്രം മേടിച്ചുകൊണ്ട് ആ ദേവദാസൻ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ 2 കുഞ്ഞുങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മയുണ്ട്, ഭാര്യയുണ്ട് ആ വീട്ടിൽ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം നമ്മളുടെ ടൈത്ത് നമ്മൾ ഇടേണ്ടത് നമ്മൾ പോകുന്ന സഭയിലാണ് നമ്മൾ ഇടേണ്ടത്. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ അന്ന് ദൈവത്തോട് പറഞ്ഞ, ദൈവമേ ഈ ദേവദാസൻ ഇത്രയും, എന്നിട്ട് അവർക്കത് ഭയങ്കര സങ്കടമായിരുന്നു. അവർ ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയാണ്. കാരണം അവരതുകൊണ്ട് ജീവിക്കുന്നതാണ്. പിന്നെന്താ, രാവിലെ തൊട്ട് ഉച്ച വരെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് വിശ്വാസികൾ മുഴുവൻ ക്യൂ നിൽക്കുന്നു, അവർക്ക് വേണ്ടി മുഴുവൻ നിന്ന് പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരവും ഇത് തന്നെ. അപ്പോൾ നിങ്ങൾ പറയും ഇതിനു വേണ്ടി നിങ്ങൾക്ക് ദൈവം എന്താ പറയുക, ദാനമായി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ദൈവം എന്താണ്? കൃപാവരങ്ങൾ ഇവരുടെ അടുത്തോട്ട് ചെല്ലുന്നവർക്ക് ദാനമായിട്ടൊക്കെ കൊടുത്താൽ മതിയെന്നേ. ബാക്കിയുള്ള എന്താ പറയുക, നമ്മുടെ ഇവരെ അഭിഷിക്തന്മാരെ ദൈവം വിട്ടപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്താ പറയുക, ഒന്നും കരുതണ്ട, നിങ്ങളെ സ്വീകരിക്കുന്നവർ നിങ്ങളെ പോറ്റണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർക്ക്
അവർക്ക് കൊടുക്കാൻ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവരെ നോക്കുക തന്നെ വേണം. ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ നമ്മളവരെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകണം. എന്ന് വെച്ചാൽ ആത്മാർത്ഥമായി നിൽക്കുന്ന ദൈവദാസന്മാർക്ക് ആത്മാർത്ഥമായി നമ്മളുടെ കയ്യിലുണ്ട് എങ്കിൽ കൊടുക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അത് നമ്മൾക്ക് ഒരിക്കലും ദോഷമോ ആകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് പാസ്റ്റർമാർക്ക് കൊടുത്തിട്ട് എമ്പടി കണക്ക് പറയരുത്. പിന്നെ ചിലരുണ്ട് വലിയ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ വലിയ ലെവലിൽ നിൽക്കുന്നവർക്ക് വലിയ എമൗണ്ട് കൊടുക്കും, പാവപ്പെട്ട ദേവദാസിന് 250 500 കൊടുക്കും. അങ്ങനെയുള്ള ചില ടീമുകളുണ്ട്. അതൊന്നും അനുഗ്രഹം കിട്ടുന്ന വഴികളൊന്നും അല്ല. കാരണം ഈ ഉള്ളവന് വീണ്ടും വീണ്ടും കുത്തി തിരികെ കൊടുത്താൽ നിൻ്റെ ഉള്ളതും കൂടെ പോകത്തേ ഉള്ളൂ. എന്നാൽ ഇല്ലാത്ത ദേവദാസന്മാർക്ക് കൊടുത്താൽ എന്താണ്, അത് നമ്മൾക്ക് അനുഗ്രഹമാകത്തേ ഉള്ളൂ എന്നുള്ളൊരു കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്നിട്ട് വേണം നമ്മൾ എന്താണ് നമ്മൾ ഇവരെ ഈ കുറ്റം പറയാൻ വേണ്ടിയിട്ട്. ഏത് കുറ്റം പറയുക എന്ന് ഞാൻ പറഞ്ഞു, പറയേണ്ടതൊക്കെ പറയണം. നല്ല ദേവദാസന്മാരെ നമ്മൾ നല്ലതായിട്ട് തന്നെ കാണണം. എന്ന് വെച്ചാൽ എന്താണ്, അവർക്ക് കൊടുത്തതിൻ്റെ കണക്കെന്ന് ഞങ്ങളുടെ പൈസ കൊണ്ടല്ലേ നിങ്ങൾ ഉയർന്നതെന്ന് എല്ലാ പാസ്റ്റർമാരെയും കാടടിച്ച് വെടിവെക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ലാതെ ജീവിക്കുന്നവരുമുണ്ട്. സ്വന്തമായി അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്ന ദേവദാസന്മാരുണ്ട്. അതുകൂടാതെ തങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, ഇപ്പോൾ KV തോമസ് എന്ന് പറയണം, KV തോമസ് അല്ലേ ആ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇങ്ങോട്ട് കിട്ടിയത് മുഴുവൻ അദ്ദേഹം ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെലവഴിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ദൈവവേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞത്. അതൊക്കെ അദ്ദേഹം ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. അതിനെയൊന്നും നമ്മൾക്ക് എന്താ പറയുക മാറ്റി പിടിക്കുവാനായിട്ട് പറ്റത്തില്ല. ഇനി ചിലർ വന്നിട്ട് അവിടെ കമൻറ്റ് ഇട്ടേക്കുകയാണ്, അങ്ങ് പൊക്കോ, വന്നിടത്തേക്ക് തന്നെ അങ്ങ് പൊക്കോ. നിനക്കൊക്കെ എന്താ അധികാരമുള്ള അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്? നീയാണോ വിളിച്ചത്? നീയാണോ നട്ടത്? നീയാണോ നനച്ചത്? അല്ലല്ലല്ലല്ല, അതൊക്കെ പൊക്കോളാനെന്ന് പറയാൻ നിങ്ങൾക്കൊന്നും അധികാരമില്ല. ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതം വിട്ടു പോകാൻ പറയാൻ ഒരു വ്യക്തികൾക്കും അധികാരമില്ല. കൊണ്ടുവന്നത് ആരാ? ദൈവമാണ് കൊണ്ടുവന്നവൻ തീരുമാനിച്ചോളും എന്ത് ചെയ്യണമെന്ന് കേട്ടോ. നിങ്ങളങ്ങ് പൊക്കോ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ ആത്മഭാരം. അതുകൊണ്ടാണ് നമ്മളൊരു വ്യക്തിയോട് അങ്ങ് പൊക്കോ, വന്നിടത്തോട്ട് തന്നെ അങ്ങ് പൊക്കോ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അത് ഞാൻ പറഞ്ഞല്ലേ, വിശ്വാസികളിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, അല്ലാത്തതിനൊക്കെ ആ വഴിക്കങ്ങ് വിട്ടാൽ മതി. പിന്നെ ഇനി എനിക്ക് പറയുവാനുള്ളത് ഒരു പ്രധാന പോയിൻ്റാണ് കേട്ടോ. വീഡിയോ നീണ്ടു പോകുന്നുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. ഓർക്കുക, നമ്മൾ ആരെ നോക്കി ഇറങ്ങിയിരിക്കുന്നത്? നമ്മൾ ദൈവത്തെ നോക്കി ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ആ ദൈവത്തിൻ്റെ മുഖത്ത് മാത്രം നോക്കിയാൽ മതി. ഓർക്കുക, ദൈവം നമ്മൾക്ക് എന്താണ്? സകലവുമാണ്. നമ്മുടെ സർവാധികാരിയാണ്, പരമാധികാരിയാണ്, നമ്മളുടെ പരിപാലകനാണ്, പരിശീലകനാണ്, പരമാധികാരിയാണ്, നമ്മുടെ സർവസ്വമാണ്. ദൈവം നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ദൈവം നമ്മൾക്ക് ഒരുക്കി തരും. നമ്മൾ ആ ദൈവത്തിൻ്റെ മുഖത്ത് മാത്രം നോക്കിയാൽ മതി. വ്യക്തികളുടെ മുഖത്ത് നോക്കണ്ട. വ്യക്തികളുടെ മുഖത്ത് നോക്കിയാൽ ഇന്ന് വിശ്വാസ ജീവിതം വിട്ടെറിഞ്ഞു പോയിരിക്കുന്ന പല വ്യക്തികൾക്ക് പറ്റിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അവർ ദൈവമുഖത്ത് നോക്കുന്നതിന് പകരം വ്യക്തികളുടെ മുഖത്ത് നോക്കി. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു സ്വഭാവം, ചില പെന്തക്കോസ്തുകാരുടെ സ്വഭാവം ഒന്നും അൺസഹിക്കബിളാണ്. നമ്മൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുക, എൻ്റെ കർത്താവ് ഇതുങ്ങളെയൊക്കെ സഹിക്കുന്നെന്ന് ചോദിക്കുന്ന വിധത്തിൽ വൃത്തികെട്ട സ്വഭാവമുള്ള കുറേ പെന്തക്കോസ്തുകാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിൻ്റെ സ്വഭാവം കാരണം പെന്തക്കോസ്ത് വിട്ടുപോയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നല്ല നല്ല ദേവദാസന്മാർ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം, ഷിബു പീഡിയക്കൽ എന്ന് പറയണം ആ ദേവദാസനെ എടുത്താൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു അടൂരുള്ള ഒരു ടിജോ തോമസ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ചർച്ചിൽ പോയിട്ട് അദ്ദേഹം ഒന്ന് പ്രസംഗിച്ചു. അതിനുശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിട്ട് വറുത്ത് പൊരിച്ച് കോരി ഒരു വിധത്തിലാക്കി കഴിഞ്ഞു. എവിടെയാണെങ്കിലും സുവിശേഷം പറയാൻ പോകുന്നതിനകത്ത് എന്താണ് തെറ്റിയിരിക്കുന്നത്? അല്ലേ? നമ്മളോട് ലോകത്തിൻ്റെ അറ്റത്തോളം പോകാൻ പറഞ്ഞിരിക്കുന്ന ഒരു ദേവദാസൻ ഏത് സഭയിൽ പോകുന്നത്? ആ സഭയിലുള്ളവൻ വീണതാണോ നിൽക്കുന്നവനാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. വിളിച്ചെടുത്ത് പോവുക, ദൈവം നമ്മളെ ഏൽപ്പിച്ച സത്യസുവിശേഷം പറയുക. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. എന്നാൽ അദ്ദേഹത്തെ ഇട്ട് വറുത്ത് കോരി ഇപ്പോഴും പോലും അദ്ദേഹത്തിനെതിരെ പെന്തക്കോസ്തുകാർ പറയുന്ന ഭാഷയൊക്കെ കേട്ടാലുണ്ടല്ലോ, പിന്നെ ഈ ജന്മത്ത് ഇതിനകത്തോട്ട് ആ പോയ വ്യക്തികൾക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നത്തില്ല. അത്രമാത്രം വെറുത്തു പോകുന്ന ഭാഷയാണ് പെന്തക്കോസ്തുകാർ ആ വ്യക്തികൾക്കെതിരെ പ്രയോഗിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം പോകാനുള്ളത് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് തോന്നുന്നത് ഈ പെന്തക്കോസ്തുകാരുടെ സ്വഭാവം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. ഓക്കെ, ഇനി അടുത്ത ഒരാളുണ്ട്. ആരാന്നറിയാമോ? നമ്മുടെ സജിത് ജോസഫ് കണ്ണൂർ. ഓക്കെ, അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പുണ്ടെന്നല്ല, പക്ഷേ ഒരു കാലത്ത് അദ്ദേഹം IPCയുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഏതോ ഒരു ഇതിൻ്റെ IPCയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആണ് ഏതിൻ്റെ ഒരു പാസ്റ്ററായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിനൊരു മിനിസ്ട്രി ഞാൻ കൂടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ദൈവദാസൻ അന്യഭാഷയുടെ വ്യാഖ്യാനം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നത്. ഇന്ന് വരെ ഞാൻ ആ ഒരൊറ്റ വ്യക്തിയുടേത് കേട്ടിട്ടുള്ളൂ, വേറെ ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അന്യഭാഷയിൽ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ ഒരു വ്യക്തിയാണ് അന്ന് ആ സഭയിൽ വെച്ചിട്ട്, അവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു, അവിടെ വെച്ചിട്ട് ഈ പുള്ളിയാണ് അന്യഭാഷയിൽ വ്യാഖ്യാനിക്കാനുള്ള ഒരു കൃപയുള്ള മനുഷ്യനായിരുന്നു. ആരും? ഈ സജിത് ജോസഫ് കണ്ണൂർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞ ഒത്തിരി പ്രവചനങ്ങൾ പറഞ്ഞതൊക്കെ ഇന്നും അവരുടെ ജീവിതത്തിൽ നിറവേറിയതൊക്കെ ഞാൻ കണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അദ്ദേഹം എത്ര
ശക്തമായിട്ടന്ന് വചനം പ്രസംഗിച്ചെന്നറിയാമോ? അദ്ദേഹമാണ്, ഞാൻ പറയുവാണെങ്കിൽ, ഗ്രേസ്, കൃപ എന്ന് പറയുന്നൊരു വാക്ക് ഈ പെന്തക്കോസ്തുകാർക്ക് ഇട്ടുകൊടുത്തതിൻ്റെ അവർ എന്ന് വെച്ചാൽ അണ്ടർലൈൻ ഇട്ട് പ്രസംഗിക്കത്തക്കവണ്ണം ആ വാക്കിനെ ഉയർത്തിക്കൊണ്ട് വന്ന ആളെന്ന് പറയുന്നത് സജിത് ജോസഫ് കണ്ണൂര. അതിനുശേഷം വേറെ കുറേ കുട്ടി പാസ്റ്റർമാരൊക്കെ എന്താ പറയുക പൊങ്ങി വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹം ഒരു കാലത്ത് പെന്തക്കോസ്തിൽ നന്നായിട്ട് ശോഭിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. ഇനി എനിക്കറിയാം അദ്ദേഹം ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയിരുന്ന് കൃപാവരം ഏറ്റെടുത്ത് ഒരു ദിവസം മുഴുവൻ ഫാസ്റ്റിങ്ങോടെ ഇരുന്ന് ഇദ്ദേഹം കൃപാവരം ഏറ്റെടുത്ത ഒരു കഥയൊക്കെ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ആൻറ്റിയുടെ വീട്ടിൽ പോയിരുന്ന ഇദ്ദേഹം കൃപാവരമൊക്കെ ഏറ്റെടുത്തത് അതൊക്കെ ആൻറ്റി എന്നോട് പറഞ്ഞത് എനിക്കറിയാം. എന്ന് വെച്ചാൽ ആദ്യകാലത്ത് നന്നായി വില കൊടുത്ത് നന്നായി ഈ സഭയ്ക്കകത്ത് നിന്നതാണ്. പിന്നീട് എപ്പോഴോ ഇദ്ദേഹത്തിന് കാലിടറിപ്പോയി. ഓക്കെ, അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ എല്ലാവരും കൂടി പെന്തക്കോസ്തുകാരങ്ങ് വലിച്ച് കീറി ഭിത്തിയിലൊട്ടിച്ച് വിട്ടിട്ട് ഈ പെന്തക്കോസ്തുകാരെ വെറുക്കുന്ന വിധത്തിലോട്ട് എന്താണ് അദ്ദേഹത്തെ അത്രമാത്രം ക്രിട്ടിസൈസ് ചെയ്ത് വിട്ടു. അദ്ദേഹം ഇപ്പം എന്താണ്, അദ്ദേഹം കത്തോലിക്കിലോട്ട് പോയി. ഓക്കെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പെന്തക്കോസ്തിൽ വിട്ടുപോയിരിക്കുന്ന മനുഷ്യന്മാർ മുഴുവൻ ഈ പെന്തക്കോസ്തുകാരുടെ, ദൈവത്തെ പഴി പറയേണ്ട, ദൈവത്തെ വിചാരിച്ചിട്ടല്ല, ദൈവം അന്നും ഇന്നും നല്ലവനാണ്. പക്ഷേ ഈ പെന്തക്കോസ്തുകാരുടെ സ്വഭാവം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് പലരും ഇന്ന് പെന്തക്കോസ്ത സഭ വിട്ടുപോയിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് കേട്ടോ. ഈ പെന്തക്കോസ്തുകാരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കമൻറ്റ് അമ്മാമ്മമാരും ആൻറ്റിമാരും ഒക്കെ ഒന്ന്, അച്ചായമാരും ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെയൊക്കെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണമാണ് പല പെന്തക്കോസ്തുകാരും പെന്തക്കോസ്ത് വിട്ടുപോയത് എന്നുള്ളൊരു യാഥാർത്ഥ്യം മറക്കരുത് കേട്ടോ. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആരുടെ മുഖത്താണ് നോക്കേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ മുഖത്ത് മാത്രം നോക്കിയാൽ മതി. ഒറ്റ മനുഷ്യൻ്റെ മുഖത്ത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനി ഓർക്കുക, ഈ പെന്തക്കോസ്തിൻ്റെ അപ്പുറത്തുള്ള, അതായത് ഈ ദേവദാസൻ, ഈ തോമസ് പാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, വന്ന സഭയിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹം അവിടുത്തെ ആചാരങ്ങളോട് ഇഷ്ടപ്പെട്ടിട്ടല്ല. നമ്മുടെ പെന്തക്കോസ്ത് വിട്ട് കഴിഞ്ഞാൽ ബാക്കി സഭകളിലൊക്കെ ഒരു കുറച്ചും കൂടി അവർക്കൊരു എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ ഈ മലയാളി പെന്തക്കോസ്തുകാരുടെ ഇടയ്ക്ക് അത് വളരെ കുറവാണ്. പക്ഷേ അതിൻ്റെ ഒരു ഗുണവും കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? പലരും ഇന്ന് എന്താണ്, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കും. ഇന്ന് നോക്കിക്കുക, നമ്മുടെ പെന്തക്കോസ്തിൽ ഏതെങ്കിലും ഒരെണ്ണം പിള്ളേരെയും എടുത്തുകൊണ്ട് പോയിട്ട് ആറ്റി ചാടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മുൻപിൽ ചാടിയിട്ടുണ്ടോ? ഒരെണ്ണം പോലും ചാടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇതിനകത്ത് നിൽക്കാൻ അവർ പഠിച്ചു. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പടപൊരുതുവാൻ അവർ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കാരണം എന്താ? ഒത്തിരി സപ്പോർട്ട് ആരും കൊടുത്തില്ല, ഒത്തിരി മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കാനും പോയില്ല. അതുകൊണ്ട് ഇന്ന് പെന്തക്കോസ്തിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല. അവരിന്നെന്താണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ മുഖത്ത് മാത്രം നോക്കിയാൽ മതി. ഇനി മനുഷ്യന്മാരെ ആശ്രയിക്കേണ്ടതേ, പെന്തക്കോസ്തുകാരുടെ മുഖത്ത് നോക്കേണ്ടതേ. എന്തെങ്കിലും പറയാൻ വരുമ്പം എന്താടാന്ന് ചോദിക്കുമ്പോൾ എന്താടാന്ന് തിരിച്ചങ്ങോട്ട് രണ്ടെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ വന്ന വഴി അങ്ങ് പോയിക്കോളും. ഒരു റേച്ചൽ മാത്യു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തുണ്ട്, എൻ്റെ എല്ലാ വീഡിയോയുടെയും താഴെ വന്നിട്ട് പോടി നീ പോടി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് എഴുതി. പുള്ളിക്കാരത്തേക്ക് അത് മാത്രമേ എഴുതാൻ അറിയത്തുള്ളൂ. വന്നിട്ട് എഴുതും. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തെ നീ പോടി എന്നേ പറയത്തുള്ളൂ. പുള്ളിക്കാരത്തോട് ഞാൻ തിരിച്ച് ചോദിക്കും, നീ പോടി എന്ന് പറയുമ്പോൾ പോകാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് എനിക്ക് ചിലവിന് തന്നിട്ട് ഈ ചാനലിൽ ഞാൻ തുടങ്ങിയതെന്ന് ചോദിക്കും. പിന്നെ അതിന് മറുപടി ഒന്നുമില്ല. എന്നാലും അത് വായിക്കുന്നില്ലോ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വീട്ടമ്മയാണ് അത് ആ ഭാഷ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം. എന്നിട്ട് പുള്ളിക്കാരത്തെ ഇത് തന്നെ പറഞ്ഞു ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള കുറേ എണ്ണങ്ങളുണ്ട്. അവരോട് തിരിച്ച് 2 റിപ്ലൈ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങോട്ട് പിന്നെ എന്താണ്, നമ്മളെ ഭരിക്കാനായിട്ട് വരത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ എന്താണ്, ഈ പെന്തക്കോസ്തിൽ നിൽക്കണമെങ്കിൽ വ്യക്തികളുടെ മുഖത്ത് നോക്കാതിരിക്കുക, ദൈവത്തിൻ്റെ മുഖത്ത് മാത്രം നോക്കുക. നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങ് നിൽക്കുക. ഓക്കെ, അപ്പോൾ ആരും നമ്മളെ ഭരിക്കാനും വരത്തില്ല, നമ്മളെ ചവിട്ടി അരയ്ക്കാനും വരത്തില്ല. അതിന് നമ്മൾ നിന്ന് കൊടുക്കാനും പോകരുത്. ഓർക്കുക, എല്ലാ മതത്തിലും നല്ല ആൾക്കാരുമുണ്ട്, ചീത്ത ആൾക്കാരുമുണ്ട്. അത് പെന്തക്കോസ്തിലുമുണ്ട്, നല്ല പാസ്റ്റർമാരുമുണ്ട്, കള്ള പാസ്റ്റർമാരുമുണ്ട്, നല്ല വിശ്വാസികളുമുണ്ട്, കള്ളവിശ്വാസികളുമുണ്ട്. നമ്മൾ ആരെ നോക്കിയാൽ മതി? ദൈവത്തെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഒരു വിഷയങ്ങളും വരത്തില്ല. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.